എഡിസാപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പോർഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ക്രിട്ടിക്കൽ തിക്നെസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ക്രിട്ടിക്കൽ തിക്നെസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇൻസുലേഷൻ എന്താണെന്ന് നോക്കാം. ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മെറ്റീരിയൽസ് വിച്ച് റിട്ടാർഡ്സ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് വിത്ത് റീസണബിൾ എഫക്റ്റീവ്നെസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു മെറ്റീരിയലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഹീറ്റ് ഫ്ലോയെ റിട്ടാർഡ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മറ്റൊരു മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിന് രണ്ട് കേസാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്കുള്ള ഹീറ്റ് ഫ്ലോ റിഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തത് സറൗണ്ടിങ്സിൽ നിന്നും സിസ്റ്റത്തിലേക്കുള്ള ഹീറ്റ് ഫ്ലോ റിഡ്യൂസ് ചെയ്യുക. ഈ രണ്ട് പ്രിവെൻഷൻ മെത്തേഡുകളോട് കൂടിയ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോയിലർ, ഫർണസ് ആൻഡ് സ്റ്റീം പൈപ്പ് ആണ്. ബോയിലേഴ്സ്, ഫർണസ് ആൻഡ് സ്റ്റീം പൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ബോയിലർ, ഫർണസ്, സ്റ്റീം പൈപ്പിനകത്തുള്ള ഹീറ്റിനെ സറൗണ്ടിങ്സിലോട്ട് ലോസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സറൗണ്ടിങ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനെ ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫർണസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ബ്രിക്ക് വാൾസുകളാണ്. അവിടെ നിന്നും, അതായത് ഫർണസിനകത്തുള്ള ഹീറ്റുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത്. ഇനി എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തുള്ള കോൾഡ് കണ്ടീഷൻ ലോസ് ആവാതിരിക്കാൻ, അതായത് ഹീറ്റ് ഔട്ട്സൈഡ് സറൗണ്ടിങ്സിൽ നിന്ന് ഈ സിസ്റ്റത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിസർവിങ് സ്റ്റോർസ് ആൻഡ് റെഫ്രിജറേറ്റേഴ്സ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഈ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചില സിസ്റ്റമാണ് കോൾഡ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കോൾഡ് സ്റ്റോറേജ് സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഹീറ്റ് ഫ്ലോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഹീറ്റ് റിജക്ഷൻ റെഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചില ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രിട്ടിക്കൽ തിക്നെസ് എന്താണെന്നുള്ളതാണ്. ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ദ തിക്നെസ് ഓഫ് എൻ ഇൻസുലേഷൻ അപ് ടു വിച്ച് ഹീറ്റ് ഫ്ലോ ഇൻക്രീസസ് ആൻഡ് ആഫ്റ്റർ വിച്ച് ഹീറ്റ് ഫ്ലോ ഈസ് ഡിക്രീസസ് ഈസ് ടേംഡ് ആസ് ക്രിട്ടിക്കൽ തിക്നെസ്. അപ്പം ക്രിട്ടിക്കൽ തിക്നെസ് കൊണ്ട് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ നമ്മൾ ഇൻസുലേഷൻ്റെ തിക്നെസ് കൂട്ടുമ്പം ഹീറ്റ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണും. അതിനുശേഷം ആ ഫ്ലോ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണും. ആ പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് രണ്ട് ടേമുകളെ അറിഞ്ഞിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസും. ഈ രണ്ട് ടേമുകളാണ് ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് പറയുന്നത്. ഇവയുടെ ഈ രണ്ട് തെർമൽ റെസിസ്റ്റൻസുകളുടെ സമ്മാണ് ടോട്ടൽ തെർമൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് കണ്ടക്ഷൻ, കൺവെക്ഷൻ എന്നീ പ്രോപ്പർട്ടികളാണ് നടക്കുന്നത്. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു തെർമൽ കണ്ടക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L/K ആണ്. വളരെ ഈസിയാണ്. എ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെർപെൻഡിക്കുലർ ഏരിയ ആണ്. ഇതെന്ന് പറഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുന്ന പാത്തിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഈ തിക്നെസ് കൂടുന്ന ഡയറക്ഷൻ, അതായത് തിക്നെസ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഹീറ്റ് പാത്ത് കണ്ടക്ഷൻ്റെ കേസിലുണ്ടാകുന്നത്. അപ്പം ഇതിൻ്റെ കേസിൽ നമുക്കറിയാം R തെർമൽ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിട്ട് വന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കൺവെക്ഷൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? 1/HA ആണ്. ഓക്കെ, അതിനകത്ത് ഇത് സർഫസ് ഏരിയ ആണ്. ഈ സർഫസ് ഏരിയ ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. അതായത് AS എന്ന് പറയുന്നതുമായിട്ട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 1/AS ആണ്. ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ. അപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തെർമൽ കണ്ടക്ഷൻ്റെ കേസിൽ നമ്മുടെ തിക്നെസ് കൂടുന്തോറും, ഇൻസുലേഷൻ തിക്നെസ് കൂടുന്തോറും L വാല്യൂ കൂടുന്നു. അതുവഴി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ സർഫസ് ഏരിയ കൂടുന്നു. പക്ഷേ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ആ വാല്യൂ കുറയുന്നു. അപ്പം ഫസ്റ്റ് കേസിൽ എന്ത് സംഭവിക്കുന്നു? Q വാല്യൂ അപ്പോൾ സ്വാഭാവികമായിട്ടും തെർമൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത് കൊണ്ട് കൂടുന്നത് കൊണ്ട് Q വാല്യൂ ഇവിടെ കുറയും. ഇവിടുത്തെ കേസിൽ AS കൂടുന്നത് കൊണ്ട് തെർമൽ കൺവെക്ഷൻ റെസിസ്റ്റൻസ് കുറയുന്നു, Q വാല്യൂ ഇവിടെ കൂടുന്നു.
അപ്പം ഇത് നോട്ട് ചെയ്ത് നമുക്കിങ്ങനെ പറയാം, അഡീഷൻ ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നു, കൺവെക്റ്റീവ് തെർമൽ റെസിസ്റ്റൻസിനെ ഡിക്രീസ് ചെയ്യുന്നു. ഈ രണ്ട് ടേമുകളും ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് പറയും, ഈ കേസിൽ ക്യൂ എന്ത് ചെയ്യുന്നു, ക്യൂ റെഡ്യൂസ് ചെയ്യുന്നു, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു ഫിഗർ നമുക്ക് നോക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞാണ് RC എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ തിക്നെസ്. അപ്പോൾ ഈ പോയിന്റിന് താഴോട്ടുള്ള ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്ന വാല്യൂ കൂടി വരുന്നതായിട്ടാണ്. അപ്പം ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൺവെക്ഷനാണ് ഇവിടെ ഡോമിനൻ്റ് പാർട്ട്. അതുകൊണ്ട് ഇവിടുത്തെ കേസിൽ ക്യൂ വാല്യൂ കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു പോർഷനിൽ ക്യൂ വാല്യൂ റിഡ്യൂസ് ചെയ്യാണ്, ഇവിടുത്തെ കേസിൽ കണ്ടക്ഷൻ ആണ് കൂടുതൽ. അപ്പം അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, ക്യൂ വാല്യൂ റിഡ്യൂസ് ചെയ്യും. ഇനി ഈ രണ്ട് തെർമൽ കണ്ടക്ഷനും അതുപോലെ തന്നെ തെർമൽ കൺവെക്ഷൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ എപ്പോഴാണോ ഈക്വൽ ആവുന്നത്, അതായത് ഇൻക്രീസ് ഇൻ തെർമൽ കണ്ടക്ഷൻ റേറ്റും അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് തെർമൽ കൺവെക്ഷനും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് സിലിണ്ടർ നോക്കാം. ഫോർ എ സിലിണ്ടർ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഡയഗ്രാം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സോളിഡ് സിലിണ്ടറിനെയാണ്. ഈ കാണിച്ചിരിക്കുന്നത് സോളിഡ് സിലിണ്ടറാണ്. ഇനി ഇതിനെ പർട്ടിക്കുലർ ഇതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്. ഓക്കെ, ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന K എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയോട് കൂടി ഒരു ഇൻസുലേഷൻ മെറ്റീരിയലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു റേഡിയസ് ആണ് ഈ തന്നിരിക്കുന്ന R2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ ഒരു തിക്നെസ്, എക്സ്ട്രാ തിക്നെസ് എന്ന് പറയുന്നതിനാണ് R2 - R1 എന്ന് പറയുന്നത്. ഔട്ട് സൈഡ് ഇരിക്കുന്ന ഫ്ലൂയിഡ് എയർ ആണ് T എയർ എന്ന് പറയുന്നത്. അവിടുത്തെ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് H0 ആണ്. സോറി, കൺവെക്ഷൻ റെസിസ്റ്റൻസ് അല്ല, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H0 ആണ്. നെക്സ്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്യൂ എന്ന് പറയുന്നതിൻ്റെ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πL T1 - T air ln R2/R1/K + H0 1/H0 R2. ഈ രണ്ട് ടേമുകളും ഈ ടേമുമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ട് ടേമുകളും ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് സിലിണ്ടറിൻ്റെ കേസിലുള്ളത്. ഇത് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് കൺവെക്ഷൻ റെസിസ്റ്റൻസ് ആണ്. ഇത് എങ്ങനെയാണ് R2 ഇൻക്രീസ് ചെയ്യുന്നത്? R2 എന്ന് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ തിക്നെസ് ഓഫ് എന്ത് കൂടെ ചേർന്ന്, ഇൻസുലേഷൻ തിക്നെസ് കൂടെ ചേർന്നുള്ള റേഡിയസ് ആണ്. അപ്പോൾ R2 എന്ന് പറയുന്നത് അതാണ് ക്രിട്ടിക്കൽ തിക്നെസ് ആയിട്ട് നമ്മൾ വരാൻ പോകുന്നത്. R2 ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ RC ആവും. അതെങ്ങനെ ആവുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ R2 ഇൻക്രീസ് ചെയ്യുമ്പം എന്തൊക്കെ ഡിഫറൻസ് ആണ് ഈ ഫാക്ടേഴ്സിന് ഉണ്ടാവും നോക്കാം. ln R2/R1 × K ഫാക്ടർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടുത്തെ കേസിൽ 1/H0 R2 ഫാക്ടർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ദാറ്റ് ഈസ് R2 ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം R2 ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റിൽ ഈ ഒരു ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. കാരണം ന്യൂമറേറ്റർ പോർഷനാണ് ഈ R2 കിടക്കുന്നത്. ഇവിടുത്തെ ഡിനോമിനേറ്റർ പോർഷൻ ആകുമ്പോൾ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടേം എന്താണ് നമുക്ക് വേണ്ടുന്നത്? ഈ രണ്ട് ടേമും ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പോയിന്റാണ് നമുക്ക് കണ്ടുന്നത്. അതുകൊണ്ട് R2 എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് R2 = K/H0 ആണ്. ദാറ്റ് ഈസ് ഇതാണ് RC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തിലേക്ക് പോകാം? സ്പിയറിലേക്ക് പോകാം. സ്പിയറിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ സെയിം ഒരു ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് ഇത് സോളിഡ് സ്പിയർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെയിം റേഡിയസ് R1 ഉണ്ട്. ഇതിനകത്തോട്ട് K തെർമൽ കണ്ടക്ടിവിറ്റിയോട് കൂടി ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ R2 റേഡിയസോട് കൂടി അത് മാറുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എയർ ആയതുകൊണ്ട് T എയർ ആണ്. ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ്റെ റേഡിയസ് തിക്നെസ് എന്ന് പറയുന്നത് R2 - R1 ആണ്. ഇതൊക്കെ നമുക്കറിയാം. നമുക്കപ്പോൾ സ്പിയറിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. സ്പിയറിൻ്റെ ഇക്വേഷൻ ഇതാണ്. 4π Q = 4π T1 - T air / R2 - R1 / K R1 R2 + 1/H0 R2² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനകത്തെ ഈ ഫസ്റ്റ് ടേമിന് ഞാൻ ഇങ്ങനെ മാറ്റുന്നു. R2 R1 R2 - R1 R2. അപ്പം ഈ ടൈമിനകത്ത് R2 ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് R1 ഡിവൈഡ് ചെയ്ത് 1/R1 1/R2. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. R2 ഇൻക്രീസ് ചെയ്യുമ്പം ഈ രണ്ട് ടേമുകളിൽ എന്ത് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. 1/R1 - 1/R2 എന്ന് പറയുന്ന ഈ ടേം എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടേം ആയിട്ടുള്ള 1/H0 R2² ഫാക്ടർ ഡിക്രീസ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ 1/R2 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടലി പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാണ്. അപ്പം മൈനസ് ആയിട്ടുള്ള ഈ പാർട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ R2 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പാർട്ടിൽ സ്ക്വയർ ആണ്. R2 ഇൻക്രീസ് ചെയ്യുമ്പം ആ ഡിനോമിനേറ്റർ പാർട്ട് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ടോട്ടൽ ഫാക്ടർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. D/R2
എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ വെച്ച് നമ്മുടെ ഈ ഒരു പോർഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം, ഏത് പോർഷനെ, നമ്മുടെ ഈ ഒരു ഡിനോമിനേറ്റർ പോർഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഒപ്റ്റിമൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. R2 = 2k/h0 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്പിയറിൻ്റെ കേസിലുള്ള ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്. A small electric heating application use a wire of 2 mm diameter with a 0.8 mm thick insulation. K is equal to 0.12 watt per meter degree Celsius. The heat transfer coefficient H0 on the insulated surface is 35 watt per meter square degree Celsius. Determine the critical thickness of insulation in the case and the percentage change in the heat transfer rate if the critical thickness is used assuming the temperature difference between the surface of the wire and surrounding air remain unchanged. നമുക്കിതിന് വേണ്ടി പ്രധാനമായിട്ടും ഒരു ഫിഗർ വേണം. ഈ ഫിഗറിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൊല്യൂഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. അപ്പോൾ പ്രോബ്ലത്തിൽ പ്രധാനമായിട്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്. 2 mm ഡയമീറ്റർ വിത്ത് 0.8 mm തിക്ക് ഇൻസുലേഷൻ ആൻഡ് K is equal to 0.12 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു വയറാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ വയർ സറൗണ്ട് ചെയ്തിരിക്കുന്നത് 0.8 mm തിക്നെസ്സോട് കൂടിയ K എന്ന് പറയുന്ന തെർമൽ കണ്ടക്ടിവിറ്റിയോട് കൂടിയ ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. ഓക്കെ, നമുക്കിനി അറിയേണ്ടത് R1 R2 വാല്യൂസ് ആണ്. R1 വാല്യൂ തന്നിട്ടുണ്ട് 2 mm. R2 കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവരൊരു ക്ലൂ തന്നിട്ടുണ്ട്. 0.8 mm ആണ് അവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊന്ന് നോട്ട് ചെയ്യാം. R1 is equal to 2 mm ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പം 1 mm ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 0.001 മീറ്റർ. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് R2 ആണ്. R2 is equal to R1 പ്ലസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 0.8 mm ആണ്. ദാറ്റ് മീൻസ് R1ൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് നമുക്കറിയാം 1 mm ആണ്. ദാറ്റ് ഈസ് 1.8 mm എന്ന് കിട്ടും. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, 0.0018 മീറ്റർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് K ആണ്. K എന്ന് പറയുന്ന വാല്യൂ തന്നിരിക്കുന്നത് 0.12 വാട്ട് പെർ മീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് H0 ആണ്. H0ൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 35 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും ഡേറ്റാസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഡേറ്റാസ് നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ക്രിട്ടിക്കൽ തിക്നെസ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇക്വേഷൻ RC is equal to K/H0 ആണ്. K/H0. അപ്പോൾ ഈ K/H0-നകത്ത് Kയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.12 ഡിവൈഡഡ് ബൈ 35. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3.43 ഇൻറ്റു 10⁻³ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് കിട്ടും. ഇത് മീറ്ററിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ മില്ലിമീറ്ററിൽ ഇങ്ങനെ പറയാം, 3.43 മില്ലിമീറ്റർ എന്ന് പറയാം. 3.43 മില്ലിമീറ്റർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇൻസുലേറ്റഡ് വയറിൻ്റെ കേസിലുള്ള Q ആണ്. അതിനെ കേസ് 1 എന്ന് എടുക്കാം. കേസ് 1 നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഇൻസുലേറ്റഡ് ഗിവൺ കണ്ടീഷനിലുള്ള എന്താണ് ഇൻസുലേറ്റഡ് വയറിൻ്റെ കേസിലുള്ള Q1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Q1 is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2π L T1 minus T air divided by Ln R2 minus R1 divided by K ആണ് പ്ലസ് 1/H0 R2 ആണ്. ഓക്കെ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2π ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം.
T1 വളരെ എളുപ്പമാണിത്. മൈനസ് ടി എയർ ഡിവൈഡഡ് ബൈ ln. R2ൻ്റെ വാല്യൂ നമുക്കറിയാം. R2ൻ്റെ വാല്യൂ എത്രയാണ്? R2 is equal to നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.0018 ആണ്. ഓക്കെ, ഇവിടെ കേസിലൊരു ഫാൾസ് ഉണ്ട്. ഇത് R2 ബൈ R1 ആണ്. ഓക്കെ, R2 മൈനസ് അല്ല, R2 ബൈ R1 ഡിവൈഡഡ് ബൈ R1 എന്ന് പറയുന്ന ഇവിടുത്തെ കേസിൽ 0.001 ആണ്. ഡിവൈഡഡ് ബൈ K എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.12 ആണ്. 0.12. ഓക്കെ, പ്ലസ് 0.12 പ്ലസ് 1 ബൈ എച്ച് നോട്ടിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് 35 ആണ്. 35 ഇൻറ്റു 0.0018. ഇത്രയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2π L T1 minus T air whole divided by 20.77 ആണ്. ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. 20.77 വാല്യൂവിലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ് 1ൻ്റെ കേസിലുള്ള Q1. അടുത്ത കേസ് 2ലേക്ക് പോകാം. അപ്പം കേസ് 2ലേക്ക് നമുക്ക് പോകാം. കേസ് 2 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിക്നെസ്സോട് കൂടിയുള്ള ഇൻസുലേറ്റഡ് വയറിൻ്റെ കേസാണ്. അപ്പോൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ തിക്നെസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടുത്തെ R2ന് പകരം ഇവിടെ RC ഉപയോഗിക്കുന്നു മാത്രം. ക്രിട്ടിക്കൽ തിക്നെസ് യൂസ് ചെയ്യുന്നു. Q2 is equal to, ഇക്വേഷൻ ഇതാണ്, 2π L T1 മൈനസ് T air ln R2ന് പകരം RC ഡിവൈഡഡ് ബൈ R1 ഡിവൈഡ് ബൈ K പ്ലസ് കൺവെക്ഷൻ പാർട്ട് 1/H0 RC. ഇതിനകത്തോട്ട് വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് RCക്ക് പകരം എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് നോക്കാം. T1 മൈനസ് T air ഡിവൈഡഡ് ബൈ ln RCക്ക് പകരം 0.00343 ആണ്. R1 എന്ന് പറയുന്നത് 0.001 ഡിവൈഡ് ബൈ കെയുടെ വാല്യൂ 0.12 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് 1/H0 എന്ന് പറയുന്നത് നമുക്കറിയാം 35 ആയിരുന്നു. 35 RC എന്ന് പറയുന്ന വാല്യൂ 0.00343 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2π L. ന്യൂമറേറ്റർ പാർട്ട് രണ്ടിൻ്റെ കേസിലും സെയിം ആണ്, അത് ശ്രദ്ധിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ ഈക്വൽ ആണെന്നുള്ള, അതായത് രണ്ട് സൈഡും യൂസ് ചെയ്യുമ്പം ഡിവൈഡ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം, നെക്സ്റ്റ് ലെവലിൽ കാണാം. ഇതിനകത്ത് വരുന്ന ന്യൂമറേറ്റർ 18.6 ആണ്. ഫസ്റ്റ് കേസ് കിട്ടിയത് 20.77 ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ കേസിലുള്ള Q2 വാല്യൂ. നമുക്കിതെങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇതിൻ്റെ കേസിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ heat flow is equal to, ഇക്വേഷൻ ഇതാണ്, Q2 minus Q1 divided by Q1 into 100 is equal to, just substitute ചെയ്താൽ 1/18.6 minus 1/20.77
whole divided by Q1 1 by 20.77 into 100. അപ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്, ഇസ് ഈക്വൽ ടു 11.6% ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എഡ്യൂസാപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റായ www.edusap.org സന്ദർശിക്കുക. താങ്ക് യു.